നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ഏതാനും ബൂത്തുകളിൽ പോളിംഗ് മെഷീനുകളുടെ തകരാറ് മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. നേര്യമംഗലത്ത് വിലക്ക് ലംഘിച്ച് മൊബൈൽ ഫോൺ ബൂത്തിനുള്ളിൽ കൊണ്ടുപോയി വോട്ട് രേഖപ്പെടുത്തിയത് ചിത്രീകരിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോതമംഗലം നിയോജകമണ്ഡലത്തിൽ 191 ബൂത്തുകളാണുള്ളത്. ഇതിൽ ഒട്ടുമിക്ക ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. ഉച്ചയോടെ തിരക്ക് കുറഞ്ഞെങ്കിലും വൈകുന്നേരത്തോടെ വോട്ടർമാരുടെ നിര പ്രത്യക്ഷപ്പെട്ടു. വോട്ട് രേഖപ്പെടുത്താൻ സമയം കൂടുതലെടുക്കേണ്ടി വന്നുവെന്ന പരാതി പലയിടങ്ങളിലും ഉണ്ടായി. ഉദ്യോഗസ്ഥർക്ക് വേഗതയില്ലെന്നായിരുന്നു ആക്ഷേപം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള ബീപ് ശബ്ദം കേൾക്കാനും കൂടുതൽ സമയം വേണ്ടിവന്നു. ചില ബൂത്തുകളിൽ പോളിംഗ് മെഷീനുകൾ തകരാറിലായിരുന്നു. ഇതുമൂലം കുറച്ചുനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. കുറ്റിലഞ്ഞി ഗവൺമെന്റ് UP സ്കൂൾ, മലയൻകീഴ് ഗോവിന്ദപ്പടി ഫാദർ JBM സ്കൂൾ, കുടമുണ്ട SSM LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പോളിംഗ് മെഷീൻ തകരാറുണ്ടായത്. പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണിന് വിലക്കുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ ബൂത്തിന് പുറത്ത് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. നേര്യമംഗലം കമ്മ്യൂണിറ്റി ഹാളിലെ ബൂത്തിൽ വിലക്ക് ലംഘിച്ച് മൊബൈൽ ബൂത്തിനുള്ളിൽ കൊണ്ടുപോവുകയും വോട്ട് രേഖപ്പെടുത്തുന്നത് ചിത്രീകരിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. പോളിംഗ് സമയം അവസാനിച്ച ശേഷവും നിരവധി ബൂത്തുകളിൽ വോട്ടർമാരുണ്ടായിരുന്നു. ബൂത്തിലെത്തിയ എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കി. 2021 79.4 ആയിരുന്നു പോളിംഗ് ശതമാനം. അതിനേക്കാൾ പോളിംഗ് ശതമാനം ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണവും കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. 1,71,968 വോട്ടർമാരാണ് ഇത്തവണ ആകെയുള്ളത്. കഴിഞ്ഞ തവണ 1,61,940 ആയിരുന്നു. 10,000-ലധികം വോട്ടർമാർ വർദ്ധിച്ചിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.